രണ്ടാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചത്. രണ്ടാം അധ്യായത്തിന്റെ 1, 2, 1 വായിച്ചു. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും വരുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഞങ്ങൾ എഴുതിയ പോലെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ ആരോ വന്ന് നിങ്ങൾക്ക് എഴുത്തുകളും എഴുതി നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് ക്ലാസ്സും എടുത്തു നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞു. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചും നമ്മൾ കർത്താവിനോട് മധ്യാകാശത്തിൽ ചേരുന്ന ആ കാര്യം സംബന്ധിച്ച് ഏറ്റവും പിശാചിന് പോരാട്ടമുള്ള അല്ലെങ്കിൽ പിശാചിന് വിഷമമുള്ള ഒരു സത്യമാണ്, കർത്താവ് വരും, തൻ്റെ മണവാട്ടിയെ മധ്യാകാശത്തിൽ ചേർക്കും, ലോകത്തെ അനുസരണക്കെട്ടവരെ പിശാചിനെ എല്ലാം ദൈവം ന്യായം വിധിക്കും. ഒരു മഹാപീഡനകാലവും അത് കഴിഞ്ഞിട്ട് സ്തോത്രം നമ്മൾ കർത്താവിൻ്റെ കൂടെയുള്ള നിത്യത, അല്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഒഴുങ്ങണം. ഈ ശിക്ഷയിൽ നിന്ന്, ഈ ന്യായവിധിയിൽ നിന്ന്, ഈ മഹാപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഒന്നാം പുനർദ്ധാനത്തിൽ എടുക്കപ്പെടണം. ഈ സത്യങ്ങൾ ദൈവദാസന്മാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുവാൻ സാത്താൻ എന്ത് ചെയ്യത്തില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ എവിടെയോ പോയപ്പോൾ ദേവദാസൻ റോട്ടിൽ നിന്ന് ന്യായവിധിയെപ്പറ്റി, ന്യായവിധി കുഴപ്പമില്ല, അത് ജാതികൾക്ക് മനസ്സിലാകുന്ന ആ ഭാഗത്തിൽ മാത്രം പറഞ്ഞാൽ, ആ കർത്താവിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവസന്ധിയിലുള്ള പ്രവൃത്തി നമ്മൾ മണവാട്ടിയായിട്ട് ചേരും. ഇത് റോട്ടിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവും? കൊട്ടാരക്കരയിൽ വരുവീൻ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം, റോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു. വർഷങ്ങളായിട്ട് ഇപ്പോഴും അതാ വാക്യം അവരുടെ സ്ഥിരം പ്രസംഗ വിഷയമാണ്. അവരത് നമ്മളെക്കാൾ കൂടുതൽ അത് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്നുള്ളൊരു സത്യം അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും ജാതികൾക്ക് അതിൽ നിന്ന് എന്തും മനസ്സിലാവും. എത്ര പ്രാവശ്യം കള്ളുടിയന്മാർ ആ ഗേറ്റും ചാടി അകത്ത് കയറി എന്ത് ചെയ്യും, കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഇത് വന്ന ആൾക്കാർ, പാസ്റ്റർമാർ റോട്ടിൽ പ്രസംഗിക്കും മണവാട്ടിയും ഇത്. പക്ഷേ സഭയ്ക്കകത്ത് എന്തോ പ്രസംഗിക്കുന്നതെന്നറിയാം. നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം നടക്കും, നിങ്ങളെ ഇനി അതിൻ്റെ മേൽ ഉയർത്തുവാനൊരു സ്ഥാനമില്ല, അതുപോലെ നിങ്ങളെ ഉയർത്തും, ജോലി സ്ഥലത്ത് മാനിക്കും, ദേശത്ത് മാനിക്കും. ഇതാണ് സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നത്. റോഡിലെന്തോ പ്രസംഗിക്കുന്നത്? ജാതികളോട് പ്രസംഗിക്കേണ്ടത് തൊട്ട് അവരെ കർത്താവിലേക്ക് ആകർഷിക്കേണ്ടത്, അവർക്കൊരാശ്വാസമായി തീരുന്നു. വിവേചിച്ച് അവരുടെ അവസ്ഥ, ആ ദേശത്തിൻ്റെ അവസ്ഥ, അവർ അന്യാരാധന ആരാധിക്കുമ്പോൾ, വിഗ്രഹത്തെ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുന്നു. അവരുടെ വേദനയെ ഒന്ന് സ്പർശിക്കുവാൻ, കർത്താവിലെ കാണിച്ചു കൊടുക്കുവാൻ കഴിയാതിരിക്കും. ഇവിടും എന്തുവാ സംഭവിച്ചത്? ഇവിടെ ദൈവസഭയെ ആരോ തെറ്റിച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെ പറഞ്ഞ തിയോളജിക്കൽ ടീച്ചിങ്സ് ഉണ്ടല്ലോ. സത്യത്തിൽ നിന്ന് സഭ എടുക്കപ്പെട്ടിട്ടേ എതിർ ക്രിസ്തു വെളിപ്പെടുത്തുള്ളൂ, അധർമ്മമൂർത്തി വെളിപ്പെടുത്തുള്ളൂ എന്നുള്ള സത്യം പോലും ഈ നാളുകളിൽ പഴയ സഭയുടെ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന ദൈവദാസന്മാർ അങ്ങനല്ല പ്രസംഗിക്കുന്ന കാര്യം. ബൈബിൾ കോളേജിൽ ഇപ്പോഴങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി സാധാരണ അല്ലെങ്കിൽ കുറച്ചുകൂടി ഏഷ്യൻ തിയോളജിക്കലോ അതൊക്കെ പഠിക്കാതെ പോയി സറാംപൂർ തന്നെ പഠിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമാണ്. NTCയും സറാംപൂരിൻ്റെ അകത്തുള്ള ക്യാമ്പസിലൊക്കെ വിലയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ളിടത്ത് പോയി പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മണവാട്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭ ഇവിടെ കാണും, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ കർത്താവിൻ്റെ സഭ ഇവിടെ കാണും. പോസ്റ്റ് ട്രിബുലേഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ തെറ്റാണ് ഇന്നും നടക്കുന്നത്. എത്ര വർഷങ്ങളാണ് നമുക്ക് ഈ ടൗണിലുള്ള എത്ര സഭയിലെ ദൈവദാസന്മാരോട് ഞാനും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത് ചോദിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നത് സഭ ഇവിടെ കാണും. അപ്പം ഞാൻ പറഞ്ഞു, തെസ്സലോനിക്കയിലെ നിങ്ങളായിരുന്ന സഭകൾ, ഇവിടെ ഉള്ള ദൈവമക്കളെ എനിക്കറിയാം, നിങ്ങൾ ആ സഭകളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ആ സഭകളിലെ ദൈവദാസന്മാരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയം. അവർ പോലും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു പോസ്റ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടീച്ചിങ്ങാണ്. 10-15-20 വർഷമായിട്ടുള്ള ടീച്ചിങ്ങാണ്, പുതിയതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അധർമ്മമൂർത്തി വെളിപ്പെടണമെങ്കിൽ സഭ ഇവിടുന്ന് എടുക്കണം, പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുക്കണം, വഴിയിൽ തടയുന്നവൻ മാറിപ്പോകണം എന്ന് പോലും
വിശ്വസിക്കുവാൻ കഴിയാത്ത സീനിയർ ദൈവദാസന്മാരും അപ്പോസ്തലന്മാരും എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വലിയ ദൈവദാസന്മാർ ഈ പട്ടണത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ആ ദൈവദാസന്മാരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം. നിങ്ങൾക്ക് സംശയമുണ്ട്, ആ ദൈവദാസന്മാരുടെ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ച് ചോദിച്ചോ, ഒന്ന് മെസ്സേജ് അയച്ചോ, നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത്. ഒരു ദൈവദാസനോടും അച്ചായനോടും പറഞ്ഞു, ഞങ്ങൾ പുള്ളിയെ വീട്ടിൽ ചെന്ന് ദുരുപദേശ ഖണ്ഡന ക്ലാസ്, നിങ്ങളെല്ലാം സ്നേഹിക്കുകയും ഭയങ്കര ആത്മീയൻ എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവദാസനോട് ഞങ്ങൾ രണ്ടുപേരോട് ഈ കോവിഡ് സമയത്ത്, അച്ചായൻ ആ സമയത്ത് ഹാർവസ്റ്റ് ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വിളിക്കാൻ ഞങ്ങൾ പോയതാണ്. ആ ദൈവദാസൻ ഞങ്ങളോടാണ് പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നത് പോസ്റ്റ് ട്രിബുലേഷനാണ്. പക്ഷേ ഞാൻ പെന്തിക്കോസ്തുകാരുടെ ഇടയ്ക്ക് പ്രസംഗിച്ചാൽ അവരെന്നെ പിന്നെ വിശ്വസിക്കത്തില്ല, വിളിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് പ്രീ ട്രിബുലേഷനാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അച്ഛൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റു. ഞാനാണ് അച്ഛനെ ഒന്ന് ശാന്തമായിട്ട് അവിടെ പിടിച്ചിരുത്തി ഞങ്ങളൊരു 1.5-2 മണിക്കൂർ, അതിൻ്റെ സെക്കൻഡ് സെറ്റ് ഓഫ് 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ച റെക്കോർഡിംഗ് ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആരെയും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. വേറൊന്നുമല്ല, ഞെട്ടുന്ന കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. സ്വത്രം ദൈവദാസന്മാർ വേറൊന്ന് വിശ്വസിക്കുന്നു, വേറൊന്ന്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ബ്രദറെ, ഇത് കപടമല്ലേ? അങ്ങനെ ചെയ്യുന്നത് കപടമല്ലേ? വ്യാജമല്ലേ? തെറ്റല്ലേ? ഒന്ന് വിശ്വസിക്കുകയും ഒന്ന് പ്രസംഗിക്കുകയും. ഇത് ഇന്നുമുണ്ട്. ഇത് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ നമ്മളിപ്പോൾ ഈ വായിച്ച 1, 2, 3 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ ആഗമനം, കർത്താവിൻ്റെ വരവിനെ പറ്റി, കൺസേണിങ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ആൻഡ് അവർ ഗ്യാദറിംഗ് ടുഗെദർ വിത്ത് ഹിം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വരവിനെ പറ്റിയും നമ്മൾ കർത്താവിനോടുകൂടി മധ്യാകാശത്തിൽ ചേരുന്നതിനെ പറ്റിയും ചിലർ ഞങ്ങൾ എന്ന ഭാവത്തിൽ ഞങ്ങൾ എഴുതുന്ന പോലൊക്കെ എഴുതിയും പറഞ്ഞും നിങ്ങളെ പഠിപ്പിച്ചിട്ട് എന്തോ അവർക്ക് സംഭവിച്ചത്? 2ാമത്തെ വാക്യം, സുബോധം വിട്ട് വേഗതയിളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. നിങ്ങൾ സുബോധം, നല്ല ദൈവമക്കൾ, സത്യമറിയാവുന്ന ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, സുബോധം വിട്ട് ഈ എല്ലാത്തിനും ആമേൻ പറയാൻ പോയാൽ വളരെ ശ്രദ്ധിച്ച്, സാത്താൻ വഞ്ചകനാണല്ലോ. സുബോധം വിട്ടുപോയി, ഞെട്ടിപ്പോയി, വെല്ല ആത്മാവിനാൽ. ദൈവദാസന്മാരും സീനിയർ ബൈബിൾ ടീച്ചേഴ്സുമാണ് ഈ പഠിപ്പിച്ചത്. പക്ഷെ അവർ പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് വെല്ല ആത്മാവിനാൽ അത് കേട്ട് നിങ്ങൾ അകന്നു പോയി. അങ്ങനെ അകന്നു പോകല്ലേ എന്ന് പറഞ്ഞാണ് 2ാമത്തെ അധ്യായം തുടങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചാണല്ലോ. 3ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആദ്യം ഇവിടെ സംഭവിക്കുന്നത് എന്തുവാ? വിശ്വാസത്യാഗം. കേട്ടോ, അത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നാശയോഗ്യൻ. അപ്പം വിശ്വാസത്യാഗമാണ് ഈ സഭകളെല്ലാം. തിമോത്തിയോസിലൊക്കെ നമ്മളത് നമ്മൾ ആ ചിന്തിച്ച ആ വാക്യം കൂടെ ഒന്നുകൂടെ വായിച്ച്. 1 തിമോത്തിയോസ് 4ാമത്തെ അധ്യായം 1ഉം 2ഉം ഈ അന്ത്യകാലത്തിൽ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യമെന്ന്. 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1 and 2. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. ഇതൊരു വേറൊരാത്മാവാ, ഭോഷ്കു പറയുന്ന ഒരാത്മാവാ. അവർ സത്യം പറയാതെ കപടം പറയുക, പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കുന്നില്ല. സത്യം പറയാതെ ഭോഷ്കിൻ്റെ ആത്മാവിനാൽ കപടം പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചു വിശ്വാസത്യാഗം സംഭവിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു ഈ ഭോഷ്കിൻ്റെ ആത്മാവിനാൽ ശുശ്രൂഷിക്കുമ്പോഴും ഭോഷ്കിൻ്റെ ആത്മാവ് കേൾക്കുമ്പോഴും വിശ്വാസം എന്ത് ചെയ്യും? ത്യജിക്കും. എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും പെന്തിക്കോസുകാരും. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആത്മാവിൽ ആരാധിക്കുന്നവർ. സ്നാനത്തിൽ സ്നാനം ആത്മാവിൽ ആരാധിക്കുക, കൃപാവരങ്ങളൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പെന്തിക്കോസുകാരാണെന്നും ദൈവമക്കളാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും വിശ്വാസികളാണ്. പക്ഷേ പരിശുദ്ധാത്മ ജാതികളെ പറ്റിയല്ലല്ലോ പറയുന്നത്. ഈ ശുശ്രൂഷിച്ച ദൈവദാസനും ജാതിയല്ലല്ലോ, ശ്രേഷ്ഠ ദൈവദാസൻ. അതുകൊണ്ടല്ലേ തെസ്സലോനിക്ക സഭ അത് കേട്ട് തെറ്റിപ്പോവാൻ കാരണം. ഇവിടെ വന്ന് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്കറിയാമെന്ന് വളരെ ലിബറലായിട്ട് തെറ്റായിട്ട് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ശുശ്രൂഷ, നിങ്ങൾ ആരെങ്കിലും അതിന് ആമേൻ പറയുമോ? ഇല്ല. നിങ്ങൾ എന്നെ നോക്കി ആ മനുഷ്യനെ എന്തിനാ ഇവിടെ കയറ്റിയെന്ന് വിചാരിച്ച് എന്നെ നിങ്ങൾ ദേഷ്യപ്പെട്ട് നോക്കത്തേ ഉള്ളൂ. നിങ്ങളാരും ആമേൻ പറയത്തില്ല. പക്ഷേ ഈ തെസ്സലോനിക്കർ സഭയെ വളരെ വളരെ വഞ്ചകനാണല്ലോ. എത്ര കൃബുദ്ധിയോടുകൂടിയാണ് ഹൗവയെ കരങ്ങളിലെടുത്തത്. ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ അടുത്ത് ചെന്നാൽ അത് അത്രയും പറ്റത്തില്ലാത്ത തന്നെ ഹൗവയുടെ അടുത്ത് വളരെ സ്വീറ്റായിട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും എന്ത് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞങ്ങോട്ട് ഉടനെയല്ലേ ഇത് വഞ്ചിച്ചെടുത്ത്. അപ്പോൾ ആ വഞ്ചകന് നല്ലപോലെ അറിയും ഓരോരുത്തരും. തെസ്സലോനിക്കർ സഭയെ ഒരു ദൈവദാസനിൽ കൂടി തന്നെ ക്ഷീണിപ്പിച്ചെങ്കിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവദാസന്മാർ ശുശ്രൂഷിക്കേണ്ടത് ശുശ്രൂഷിക്കാതെ,
ജനങ്ങളെ സന്തോഷിപ്പിച്ച് ശുശ്രൂഷിക്കുമ്പോൾ കപട ആത്മാവാകും. കാര്യം സത്യ ആത്മാവ് വിട്ടുപോകും. അതൊരു പോഷ്കിൻ്റെ ആത്മാവെന്നാണ് പിന്നെ അതിനെ പറയുന്നത്. താഴോട്ട് വായിച്ചേ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അധർമ്മമൂർത്തി, ഇനി തൊട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പദമാണ് ലോലെസ് വൺ, ലോലെസ്നെസ്. അധർമ്മമൂർത്തി വെളിപ്പെടും. താഴോട്ട് ഇനിയും പറയുന്നുണ്ട്. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഈ ഉയർത്തുന്നത് ആരാ ലോകത്തില്? ദൈവത്തെക്കാൾ ദൈവം തരുന്ന ഉയർച്ച പോരാ, എനിക്ക് അതിലും കൂടുതൽ എന്ത് വേണം? ദൈവം അധികമൊന്നും ഉയർച്ച തരത്തില്ലെന്ന് ആർക്കാ? നമുക്ക് നന്നായിട്ട് അറിയാം. കാര്യം അത് തരാനല്ല കർത്താവ് നഗ്നനായിട്ട് ഒന്ന് നോക്കുന്നു, പിന്നെ ഇങ്ങനെ മുഖം മറയ്ക്കും. വിരൂപനായിട്ട് കാൽവരി ക്രൂശിൽ വന്നത് നമ്മളെ ഉയർത്താനല്ല. സ്തോത്രം. ദൈവം തരുന്ന എന്തെങ്കിലും നന്മ തന്നെങ്കിൽ അതിന് സ്തോത്രം. ഹൃദയം അതിൽ വെക്കല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അത് നമുക്ക് സുഖമായിട്ട് സന്തോഷിക്കുവാൻ വേണ്ടിയല്ല. അത് ദൈവം പറയും അതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും അതിനെന്ത് ചെയ്യണം? കണക്കും പറയണം. അതൊക്കെ വളരെ വ്യക്തമാണ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പം ദൈവം എന്നെ അഹങ്കരിക്കുവാനുള്ള തരത്തില്ല, നിങ്ങൾക്കും തരത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ എനിക്ക് കൂടുതൽ വേണം. ദൈവം തരുന്ന മന്ന പോരാ. അതല്ലേ ഇസ്രായേൽ മക്കൾ പെറുവർത്തത്. എനിക്ക് വേറെ വേണം. അവിടുത്തെ ഇറച്ചിക്കലം, കാടപ്പക്ഷി, ഓരോന്ന്. അല്ല, ദൈവം തരുന്നത് ആ മന്നയിൽ തൃപ്തിയില്ലാതെ എനിക്ക് വീണ്ടും വേണം. എനിക്ക് ഉയർച്ച വേണം. ഈ ഉയർച്ച പ്രസംഗിക്കുന്നതെല്ലാം ആരാ? അധർമ്മമൂർത്തിയുടെ ആത്മാവ്. അതാ ഇവിടെ വളരെ വ്യക്തമായിട്ടല്ലേ ഇത്. ദൈവത്തെക്കാൾ തന്നെ. അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സമ്മതിക്കത്തില്ല. പക്ഷേ ഹൃദയത്തിലെ ആഗ്രഹം എന്തുവാ? എനിക്ക് ഇനി അതിൽ ഉയരാൻ വേറൊരു സ്ഥാനമില്ല. ദേശത്തിൽ നമ്പർ 1 ആകണം. കമ്പനിയിൽ, ബിസിനസ്സിൽ, കുടുംബക്കാരുടെ മധ്യത്തിൽ, അസോസിയേഷനിൽ. അങ്ങനെ ഞാൻ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് ഈസിയായിട്ട് ഈ ലോകത്തിൻ്റെ ശക്തി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ജഡത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ സാംസണിലും അങ്ങനെ ഒരു ആഗ്രഹം അങ്ങോട്ട് വന്നാൽ ഓൺ ദ സ്പോട്ട് അപ്പോസ്തലൻ പറയുന്നത് പരിശുദ്ധാത്മാവിൽ അതിനെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കണം. സപ്രസ്. അപ്പോൾ ഈ സപ്രസും ജഡമിടയ്ക്ക് ഉയരുന്നതും ഒക്കെ ഇങ്ങനെ നമ്മുടെ അവിടെ ഓരോ പകലും ആരംഭിക്കുമ്പോൾ കർത്താവേ അങ്ങനെ നടത്തുന്നത് മതി. കർത്താവ് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഹല്ലേലൂയ ലോകത്തിൻ്റെ ഒരു അംഗീകാരവും എനിക്ക് വേണ്ട. കാര്യം ലോകം എന്നെ അംഗീകരിച്ച് പോയാൽ കർത്താവ് എന്നെ അംഗീകരിക്കത്തില്ല. 2 അംഗീകാരം കൂടെ ഒന്നിച്ച് കിട്ടുന്ന ഒരു പ്രമാണം ഇതിൻ്റെ അകത്ത് എങ്ങും എഴുതിയിട്ടില്ല. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് കാണിക്കുക. ഞാൻ മാറ്റി വേണേ ഒന്ന് പ്രസംഗിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതുവരെയും അങ്ങനെ കാണാത്തോണ്ടും പരിശുദ്ധാത്മാവ് എന്നെ അനുവദിക്കാത്തോണ്ടും ആൾ കൂടാൻ വേണ്ടി ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. ഈ അധർമ്മമൂർത്തി, പ്രമാണമില്ലാത്തവൻ, ലോലെസ് വൺ, അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, പ്രമാണമില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. ഈ നാളുകൾ സഭയ്ക്കും ദൈവമക്കൾക്കൊക്കെ അതാ ഇഷ്ടം. ഒത്തിരി ഡിസിപ്ലിൻ ഒന്നും ഇഷ്ടമല്ല. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം? പോകണം. ആ ഒരു മർമ്മത്തെപ്പറ്റി താഴോട്ടും പറയുന്നുണ്ട്. യെസ്, വായിച്ചാട്ടെ. നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയും. 7ാമത്തെ വാക്യം വായിച്ചേ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങി പോകുക മാത്രമേ. നമുക്ക് അതിലോട്ട് വരാം. ഇവിടെ എല്ലാം എഴുതിയാണ് അധർമ്മമൂർത്തി വെളിപ്പെടും. അധർമ്മത്തിൻ്റെ മർമ്മം ഇല്ല. ധർമ്മം അല്ലെങ്കിൽ ഒരു പ്രമാണം, അതിൻ്റെ ഇംഗ്ലീഷിൽ മൂലഭാഷയിൽ ഞാൻ പറയാം ലോലെസ്നെസ് അല്ലെങ്കിൽ ലോലെസ് വൺ. ഈ പിശാചിനെ അല്ലെങ്കിൽ ഈ അധർമ്മമൂർത്തിയെ വിളിക്കുന്നത് പ്രമാണമില്ലാത്തവൻ. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഡിസിപ്ലിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രായത്തിൽ പെട്ടെന്ന് അവർക്ക് റിബലാകുന്നത്. ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ നമുക്ക് പോലും എന്ത് ചെയ്യുന്നത്? ഇപ്പോഴും ആൾക്കാർ പോലീസിനെ കാണുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുകയും കയ്യിലിരിക്കുന്ന ഹെൽമെറ്റ് പോലീസിനെ കാണുമ്പോൾ എടുത്ത് തലയിൽ വെക്കുന്ന ഫൈൻ അടിക്കുമല്ലോ എന്ന് പേടിച്ചാൽ. കാരണം വേറൊന്നുമല്ല, ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലീസിനെ കാണുമ്പോൾ അതെടുത്ത് പോക്കറ്റ് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല. നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനാണ് ഈ ജഡത്തിന് ഇഷ്ടം. പിന്നെ നിയമമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പണിഷ്മെൻറ്റ് വരുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ നൈസായിട്ട് അതിൽ നിന്നങ്ങ് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും. അപ്പോൾ പ്രമാണം ഈ ജഡത്തിന് ഇഷ്ടമല്ല. പ്രമാണം ഈ മണ്ണിൽ നിന്ന് വന്ന ഈ ലോകത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമല്ല. സാത്താൻ തന്നെ ഹല്ലേലൂയ ഹവ്വയോട് ചെയ്ത് എന്തുവാ പറഞ്ഞ? നിന്നോട് പറഞ്ഞു അതിൽ നിന്ന് കഴിക്കല്ല. ദൈവമേ,
നിങ്ങളുടെ കണ്ണ് തുറന്ന് ദൈവത്തെ പോലാകും, ജ്ഞാനികളായിത്തീരും, നിത്യജീവൻ പ്രാപിക്കും. അതുകൊണ്ടാണ് ദൈവം. അപ്പോൾ ഒരു കാര്യം ചെയ്യല്ല എന്ന് ദൈവം പറയുമ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ഇവരൊക്കെ ചെയ്യുന്നില്ല, പിന്നെ നിനക്ക് ചെയ്താൽ എന്നാ? ആ ചെയ്യുന്നവരൊക്കെ ശുശ്രൂഷയല്ലേ ചെയ്യുന്നത്. നിന്നേക്കാൾ കൂടുതൽ വിശ്വാസികളും ഉണ്ട്, വലിയ പ്രസ്ഥാനവുമാണ്. അവർ എത്ര രാജ്യങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നീയും എന്ത് ചെയ്യും? അവർക്കൊക്കെ ചെയ്യുമെങ്കിൽ നിനക്കും എന്തൊക്കെ രീതി, ഓരോരുത്തരുടെ മേഖലയിൽ, ഓരോരുത്തരുടെ ഏരിയയിൽ വന്ന് വളരെ നൈസായിട്ട് നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ ജഡം ചെവിയിലൊക്കെ സത്യമല്ലേ? അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ അവരും ദൈവമക്കളൊക്കെ അല്ലേ, എത്ര വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, അവർക്കൊന്നും പണിഷ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്കും ഈ പ്രമാണം വിട്ടുപോകുന്ന നിമിഷം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വിട്ടുപോകുമ്പോൾ പിശാച് പ്രോമിസ് ചെയ്തതുപോലെ തുടക്കത്തിൽ അങ്ങനെ, ഈ ചാത്തൻ സേവയെല്ലാം അങ്ങനെയാണല്ലോ, കാളി ആരാധിക്കുന്നവരും അങ്ങനെയാണല്ലോ, തുടക്കത്തിൽ വാരിക്കോരിത്തരും. പിശാച് എന്ത് ചെയ്യും? ഹല്ലേലൂയ, നമുക്ക് ഈ ലോകത്തിലെല്ലാ കാര്യവും ആഗ്രഹിക്കുന്ന അങ്ങോട്ട് തന്ന് അവസാനം ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ, പ്രമാണം വിട്ട് ജീവിക്കാൻ തുടങ്ങും. ഇച്ചിരി കഴിഞ്ഞിട്ട് ദൈവാത്മാവ് ഇടപെട്ടാലും കുത്തൊന്നും കൊള്ളാത്ത കഠിനമായി, ഇസ്രായേലിനൊക്കെ അതല്ലേ സംഭവിച്ചത്, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകും. ലോകത്തെ സ്നേഹിച്ച് പ്രൈസ് ലോർഡ്, ദ്രവ്യാഗ്രഹമാണല്ലോ സകലവിധ ദോഷത്തിനും റൂട്ട് ഈവൽ. പ്രൈസ് ലോർഡ്, മൂല കാരണം ദ്രവ്യാഗ്രഹം. അതാണ് ഇന്ന് ദൈവമക്കളുടെ ഇടയ്ക്കും ദൈവദാസന്മാരുടെ മേലൊക്കെ സാത്താൻ കാണിച്ച് ഹല്ലേലൂയ പ്രമാണമില്ലാത്തവൻ, ദ ലോലെസ് വൺ, അധർമ്മമൂർത്തി വെളിപ്പെടുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അധർമ്മമൂർത്തിയുടെ വർക്ക് എന്ത് ചെയ്തു? ഇപ്പോഴേ ഉണ്ട്. നമ്മൾ നേരത്തെ തിമോത്തിയോസ് ലേഖനത്തിൽ നിന്ന് വായിച്ചില്ലേ? പോഷ്കിൻ്റെ ആത്മാവില്ലേ? ഇത് താഴോട്ട് വരുമ്പോൾ നമുക്കത് കാണാം. അധർമ്മമൂർത്തിയുടെ പ്രവൃത്തി ഒന്ന് വായിച്ചേ. അധർമ്മത്തിൻ്റെ മർമ്മം. പ്രമാണമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം, ഒരു ഫ്രീ സാൽവേഷൻ. രക്ഷിക്കപ്പെട്ടാൽ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. ആ ഗ്രേസ് കമ്മ്യൂണിറ്റി ജോസഫ് പ്രിൻസ് ആ ഇൻ്റർനാഷണൽ പ്രീച്ചറിനെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു 7 ദൈവദാസന്മാർ കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ അതിലൊരാളങ്ങ് കത്തോലിക്ക സഭയിലൊക്കെ തിരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ അവരുടെ പോയിൻറ്റ്സിൽ നിന്ന് അവർ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇവിടെ തേവരയിലുണ്ട് നമുക്ക്. അവരുടെ ഒരു സഭയുടെ ടീച്ചിങ് എന്തുവാ? ഇൻ്റർനാഷണൽ ചേർച്ചാണ് ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഗ്രേസ് ഫ്രീ ആയിട്ട് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞ് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്, സത്യമാണ്. പക്ഷേ ആ ഗ്രേസിൻ്റെ അർത്ഥം പോലും അവർ ആ ടീച്ചിങ്ങിൽ എന്ത് ചെയ്തു? ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി, ഇനി യു ആർ ഫ്രീ. ഒരു പ്രമാണവുമില്ല, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ. സ്നാനപ്പെട്ടോ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ആ ഒരു ടീച്ചിങ് സ്റ്റേഡിയം എന്ന് പറയും. ജോസഫ് പ്രിൻസ് പ്രസംഗിച്ച് കഴിഞ്ഞാൽ സ്റ്റേഡിയം എന്ന് പറയും. ഓരോരോ പുതിയ ടീച്ചിങ്സുമായിട്ട്. കാര്യം ആൾക്കാർക്ക് ഇഷ്ടം എന്തു? ആത്മാവ് കൊടുത്തില്ല പിന്നെ എന്ത് ചെയ്യണം? ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ പുതിയ ഐറ്റംസ് ഇടയ്ക്കിടയ്ക്ക് ഇറക്കണം. അപ്പോൾ ഓരോ പുതിയ ടീച്ചിങ്സുമായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഒത്തിരി പേര് യൂട്യൂബിൽ കാണുന്നുണ്ട്. പുള്ളിയുടെ ഫോളോവേഴ്സ് ഒത്തിരി പേരുണ്ട്. പലരുടെയും ചർച്ചിൻ്റെ പേരങ്ങനെ അല്ലെന്നേ ഉള്ളൂ. ആ ടീച്ചിങ് അതുപോലെ എത്ര ദൈവദാസന്മാരിങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ശുശ്രൂഷിക്കുന്നുണ്ട്. കാര്യം ആ ടീച്ചിങ്, ഈ അധർമ്മമൂർത്തിയുടെ മർമ്മം, ഇറ്റ്സ് എ മിസ്റ്ററി. നമുക്കെന്തുണ്ട്? പരിച്ഛേദനക്കാർ. നിങ്ങളോ പ്രൈസ് ലോർഡ് ആരാണ്? നിങ്ങൾ യു ആർ സെപ്പറേറ്റഡ്. വേർപെട്ട് ജീവിക്കുവാൻ, ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ, ശരിക്ക് വേർപെട്ട് ജീവിക്കുവാനാണ് നമ്മളെയൊക്കെ കർത്താവ് എന്ത് ചെയ്തത്? വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വേർപാട് മാറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലോകവുമായിട്ട് ചേർന്ന് എല്ലാത്തിനും ജീവിക്കാം എന്നുള്ള ആ പ്രമാണം വന്നിട്ട് അതൊരു മർമ്മമാണ് എഴുതിയത്. മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. അതൊരു ടീച്ചിങ് ആണ്. അതിലൊരു മിസ്റ്ററി ഉണ്ട്. പ്രമാണമില്ല, അത് ഓൾറെഡി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടാണ് നമ്മളിവിടെ കാണുന്നത് തടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ആ കാര്യങ്ങൾ വ്യക്തമായി പറയട്ടെ. പോലുള്ള പല സഭകളും പഠിപ്പിക്കുന്നത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. അപ്പോൾ അവർ പഠിപ്പിക്കുന്നത് പൂർണ്ണം വചനമാണ്. വചനം വന്നപ്പോൾ എന്ന് വെച്ചാൽ വചനം കമ്പോസ് ചെയ്യും. ഇപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഈ വചനം കുത്തിക്കെട്ടിയ ദിവസമാണോ? കാരണം നമ്മൾ ബൈബിൾ ചേർച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഇത് നമ്മൾ പഠിക്കുമ്പോൾ, തിയോളജി അല്ലെങ്കിൽ ദേവദാസന്മാരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചപ്പോൾ എത്ര ട്രാൻസ്ലേഷൻസിൽ നിന്നാണ് നമുക്കിപ്പം കിട്ടിയത്. പഴയ ലാറ്റിൻ വോൾഗേറ്റിൽ നിന്ന് പിന്നെ വന്ന് വളരെ റിഫോംഡ് ആയിട്ടുള്ള ഒരു ലൂതറൻ മൂവ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷമുള്ള കിങ് ജെയിംസ് വേർഷൻ നമുക്ക് 1611 കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി എത്ര ട്രാൻസ്ലേഷൻഡായിട്ട് റിഫൈൻഡായിട്ട് മൂലഭാഷയിൽ നിന്ന്, മാനുസ്ക്രിപ്റ്റ്സിൽ നിന്ന് ഒന്നുകൂടെ അടുത്തടുത്ത് വന്നാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന നല്ല ഒരു കുറച്ചുകൂടെ മാനുസ്ക്രിപ്റ്റ്സിനോട് അല്ലെങ്കിൽ മൂലഭാഷയോട് അടുത്തുള്ള ഒരു ട്രാൻസ്ലേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റോ ഫോം മലയാളം ബൈബിൾ പോലും നമ്മുടെ ഇപ്പോഴത്തെ ബൈബിൾ സൊസൈറ്റിയുടെ മുമ്പുള്ള റംബാനച്ചൻ്റെയോ
ആ ബൈബിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, പഴയ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ, അതൊക്കെ വളരെ റോ ട്രാൻസ്ലേഷനാണ്. അപ്പം അതൊക്കെ ട്രാൻസ്ലേഷനൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഒന്നുമല്ല ആദ്യത്തെ ട്രാൻസ്ലേഷൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ലേഷൻസ് മലയാളത്തിൽ ഓരോ ഭാഷകൾ വന്ന് ഇത്രയും ഫൈൻഡ്. അപ്പം ബൈബിൾ കുത്തിക്കെട്ടിയ ദിവസം പരിശുദ്ധാത്മാവ് നിന്നു പോകുകയും അന്യഭാഷയിൽ ആരാധന ഇല്ല, കൃപാവരങ്ങളില്ല എന്ന് അവർ അറിയാതെ വിശ്വസിച്ച് പോകുകയും ചെയ്യുമ്പോൾ അതല്ല, പൂർണ്ണമായത് ക്രിസ്തുവാണ്. ക്രിസ്തു വെളിപ്പെടുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അംശമായതൊക്കെ മാറിപ്പോകത്തുള്ളൂ. ഈ വചനമല്ല പൂർണ്ണമായിട്ടുള്ളത്. കാര്യം വചനമാകുന്നവൻ ആരാ? ആ ക്രിസ്തു വെളിപ്പെടുമ്പോൾ പിന്നെ നമുക്ക് ഈ വചനത്തിൻ്റെയും ആവശ്യമില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചറായ കാര്യസ്ഥൻ്റെയും ആവശ്യമില്ല. കാര്യം സാക്ഷാൽ ക്രിസ്തു നമ്മുടെ മണവാളനായിട്ട് അന്ന് ഞാൻ കർത്താവിനോട് കൂടി ചേരുമല്ലേ, മധ്യാകാശത്തിൽ നമ്മൾ ചേരുന്നത്. അപ്പോൾ ആ ഒരു മർമ്മം അത് ആത്മാവിൽ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. സത്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവും ദൈവസഭയും മാറിപ്പോകാതെ പൂർണ്ണ ശക്തിയോടുകൂടി അധർമ്മമൂർത്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തു വെളിപ്പെടത്തില്ല. എതിർ ക്രിസ്തുവിടെ ഭരണം മഹാപീഡന കാലത്തിൽ സഭ ഇവിടെ ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പ്രൈസ് ലോർഡ് കൊണ്ട് നടക്കുന്ന, ഉള്ളംകൈയിൽ വഹിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കൾ, കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് അതിന് യോഗ്യരായിട്ട് പൂർണ്ണതയിലും വിശുദ്ധിയിലും ജീവിക്കുന്ന പ്രിയ മക്കളെ കർത്താവ് ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? വേറൊരു സ്ഥലം ദൈവം നമുക്ക് വേണ്ടി 7 വർഷം കർത്താവിനോട് കൂടി എന്നിട്ടാണ് കർത്താവ് ഓരോരോ ക്രോധകലശം കർത്താവ് എന്ത് ചെയ്യുന്നത്? ഒഴിക്കാൻ പോകുന്ന. അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാൻ സഭ ഇവിടെ കാണത്തില്ല. അപ്പം ഈ ദുരുപദേശം അന്നേ തുടങ്ങിയത്. നമ്മൾ വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സറാംപൂരിന്നോ അല്ലെങ്കിൽ പുതിയ ഒന്നും അല്ല, ഇത് അന്ന് തുടങ്ങിയതാ. തെസ്സലോനിക്കൻ സഭ അതിന് ആമേനും പറഞ്ഞു. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിച്ചു പോകല്ലേ, വ്യക്തമായ കാര്യം പറയുവാൻ. അധർമ്മമൂർത്തി വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സഭ മാറിപ്പോകണം, അല്ലെങ്കിൽ തടുക്കുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോകണം. എന്നിട്ട് 8ാമത്തെ വാക്യത്തിൽ ഈ അധർമ്മമൂർത്തിയെ ഈ 7 വർഷത്തെ മഹാപീഡന കാലം കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ കൂടെയുള്ള ദൈവസഭ 10,000 ദൂതന്മാർ, യേശുവിൻ്റെ പ്രഭാവം, ശക്തി, അധികാരം ഈ അധർമ്മമൂർത്തി എന്ത് ചെയ്യും? അധർമ്മമൂർത്തി ആ സമയത്ത് കാണിക്കുന്ന കാര്യങ്ങൾ എന്തോ? 9ാമത്തെ ഈ അധർമ്മമൂർത്തിയുടെ ആത്മാവിൻ്റെ പ്രത്യേകത എന്തോ? 9ാമത്തെ അടയാളം, അത്ഭുതം, ആകർഷണം എന്തുവാ? ഇസ്രയേൽ പോലും എതിർ ക്രിസ്തുവാണ് മെസ്സിഹ എന്ന് വിശ്വസിക്കുവാൻ കാരണം എന്തുവാ? സാക്ഷാൽ ക്രിസ്തു വന്ന് അത്ഭുതം അടയാളവും ചെയ്തിട്ട് ഇസ്രായേലിന് വിശ്വസിക്കേണ്ടായിരുന്നു. മഹാപുരോഹിതൻ വിശ്വസിച്ചില്ല. സഭ സന്നദ്ധൻ സംഘം മുഴുവനും യേശുവിനെ ക്രൂശിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ എതിർത്ത് നിന്നപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ യേശു ചെയ്ത അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമായിരിക്കും ആര് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു? ആദ്യത്തെ 3.5 വർഷം ഇത് മെസ്സിഹയാന്ന് പറഞ്ഞപ്പോൾ ഈ അത്ഭുതവും അടയാളവും പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു, ഒത്തിരി ദൈവദാസന്മാരോടൊക്കെ സംസാരിച്ച് ഓർക്കുന്നു. ഈ വചനത്തിൻ്റെ ഒന്നും ഞാൻ എൻ്റെ ഒരു സഹോദരൻ തന്നെ താൻ സരാംപൂർ പഠിച്ചിങ്ങോട്ട് ഇറങ്ങി ഫ്രഷറായിട്ട് വന്നതാണ്. അങ്ങോട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബ്രേക്കിന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ഒരു ദിവസം താമസിച്ചപ്പോൾ അന്ന് രാത്രി ഇരുന്ന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഇരുന്ന് ഭയങ്കര തർക്കം എന്നോട്. പുള്ളി പറഞ്ഞു, അച്ഛാ ഇത് വചനത്തിൻ്റെ ഒന്നും കാലഘട്ടമല്ല, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കാലഘട്ടമാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ആ അത്ഭുതവും അടയാളവും അതിലാണ് സഭ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് കണ്ടാണ് ആൾക്കാർ ഇനി തിരിയേണ്ടത്. വചനത്തിനൊന്നും ഒരു പ്രസക്തിയില്ലെന്നാണ് പുള്ളി പറഞ്ഞ പദം. ഞാൻ അതുപോലെ പറയാം, വചനത്തിന് ഇനി ഒരു പ്രസക്തിയില്ല. ഇന്നും താൻ വലിയൊരു പ്രീച്ചറും പാസ്റ്ററും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു, വലിയൊരു സഭയുടെ. പക്ഷേ ഞാൻ പറഞ്ഞത് താൻ തൻ്റെ വഴികൾ മാറ്റി കാണും, താൻ ശുശ്രൂഷയിൽ ദൈവം അവർ തന്നെ പഠിപ്പിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നോട് വന്നത് ഞാൻ പറഞ്ഞില്ല, അവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ ഈ അധർമ്മമൂർത്തി, ഈ ജ്ഞാനം, ഈ ഏറ്റവും ബെസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തിൽ നിന്നാണ് താൻ എന്തുവെന്ന് പറഞ്ഞത് എന്നോട്. വചനത്തിന് ഇനി ഒരു പ്രസക്തിയുമില്ല, ഇത് അത്ഭുതത്തിൻ്റെയും അടയാളത്തിനും. അപ്പോൾ ഏതൊരു ദൈവദാസൻ ഈ അത്ഭുതത്തിനും അടയാളത്തിനും അങ്ങോട്ട് ഫോക്കസ് കൊടുത്താൽ ഓർത്തോണം, ഇത് താൻ പരിശുദ്ധാത്മാവിൻ്റെ മർമ്മമല്ല പ്രസംഗിക്കുന്നത്,
ജനത്തിൻ്റെ മുമ്പിൽ ഒരു ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ ഈ ലോകത്തിൻ്റെ നന്മ, ഈ ലോകത്തിൻ്റെ അംഗീകാരം, ഈ ലോകത്തിൻ്റെ പുകഴ്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വേർപെട്ട് ജീവിക്കുവാൻ വേർപാടും വിശുദ്ധിക്കും പ്രാധാന്യത കൊടുക്കുമ്പോൾ അതിന് നേരെ വിപരീതമായ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ പ്രമാണം വേണ്ട എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് വചനത്തിൻ്റെ ഡിസിപ്ലിനെ മാറ്റി നിർത്തുന്ന ഒരു ലോലെസ് മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, അധർമ്മമൂർത്തിയുടെ ആത്മാവ്. ഇവിടെ എഴുതിയിരിക്കുന്ന 9-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, അത്ഭുതങ്ങളും അടയാളങ്ങളും അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും അനീതിയുടെ വഞ്ചന, ലൈയിങ് വണ്ടേഴ്സ്. ഇവിടെ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അനീതിയുടെ വഞ്ചന. നമ്മൾ നേരത്തെ വായിച്ചിട്ടില്ലേ, പോഷ്കിൻ്റെ ആത്മാവ്. ഇവിടെ താഴോട്ട് വരുമ്പോൾ നമ്മളത് വായിക്കാൻ പോവാം. സത്യത്തെ വിശ്വസിക്കാത്ത ഒരു പോഷ്കിൻ്റെ ആത്മാവ്. 10-ാമത്തെ വാക്യം, അവിടെ ഒരു പ്രധാന ഭാഗമുണ്ട്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാക്കിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അറിഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് അങ്ങനെ ഭവിക്കുവാൻ അനുവദിക്കും. കാരണം സത്യത്തിൻ്റെ വചനം ഇല്ലേ, സ്തോത്രം. ആ സത്യത്തിൻ്റെ വചനം, സ്നേഹത്തിൻ്റെ വചനം, ദ ലവ് ഓഫ് ട്രൂത്ത്, ഹല്ലേലൂയ, അത് എത്ര കൃപയോടുകൂടി പരിശുദ്ധാത്മാവിൽ ദൈവദാസന്മാരെ ദൈവം തീർച്ചയായിട്ടും ആക്കിയിട്ടുണ്ട് ഓരോ ദേശത്തും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് കേൾക്കുമ്പോൾ അവർക്ക് അത് വേണ്ട കാര്യം. തീർച്ചയായിട്ടും ആ സത്യത്തിൻ്റെ വചനത്തിൽ ഒത്തിരി കാര്യം വിടണം. വേർപാടുണ്ട്, കയ്പ് ചീരിയോടുകൂടി. ഇതെങ്ങനെ ഭക്ഷിക്കേണ്ടത്? അങ്ങനെ ചുമ്മാ ആമേൻ പറഞ്ഞെങ്കിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഇത് ശരീരത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ദൈവദാസൻ എന്തോ ബൈബിളിൽ പറയുന്നത്, അതെൻ്റെ വയറ്റിലേക്ക് ചെന്നപ്പോൾ തന്നെ അത് കയ്പായിട്ട് ഇല്ലേ, പിന്നീടാണത് എന്തായി തീർന്നത്, അത് വിശ്വസിക്കുമ്പോഴാണ് അത് വായിൽ മധുരമായിട്ട് തീർന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ അത് ചെല്ലുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. ഈ ജഡത്തിന് ഇഷ്ടം ലോകത്തിൻ്റെ നന്മയും സ്നേഹവും പണവും ബഹുമാനവും ഒക്കെയാണ്. അപ്പോൾ ഈ ക്രൂശിൻ്റെ വചനം അനേകർക്ക് അത് കേൾക്കുമ്പോൾ പോഷത്വമാണെങ്കിലും ഈ ക്രൂശിൻ്റെ അത് കേൾക്കാൻ ഒത്തിരി പേരൊന്നും കാണത്തില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഭവിക്കും. ഈ സത്യത്തിൻ്റെ വചനം, സ്നേഹത്തിൻ്റെ വചനം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അവർ അത് കൈക്കൊള്ള, ദൈവമക്കൾ ആ ജാതികളല്ല, അവരത് കൈക്കൊള്ളാഞ്ഞുകൊണ്ട് അങ്ങനെ അവർക്ക് ഭവിക്കും. എന്തോ അവർക്ക് ഭവിച്ചത്? ഈ പോഷ്ക്ക് വിശ്വസിക്കുമാറ് വായിച്ചേ. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും അതിൻ്റെ വേഴ്സസ് ആർ ഡിഫറെന്റ്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാക്കിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത്. അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയായിരിക്കും. ദൈവമാണ് സാത്താനെ അനുവദിച്ചത്. ആരാണ്? ദൈവമാണ്. അവരോട് പലവട്ടം അവരുടെ വിളി ഓർപ്പിച്ചു, പലവട്ടം ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിച്ചു, പലവട്ടം ലോകത്തിൻ്റെ വിഷയങ്ങളെക്കാൾ നിന്റെ വിളിയും അല്ലെങ്കിൽ ദൈവം നിന്നോട് ഇടപെടുന്ന ആലോചനയും നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്കും പ്രാധാന്യത കൊടുക്കാൻ ദൈവം ഓർപ്പിച്ചു. പലവട്ടം ഓർപ്പിച്ചിട്ട് ദൈവം തന്നെ അവരെ എന്ത് ചെയ്തു? God gave them a hallelujah praise. Yes, debased heart എന്നൊക്കെ വേറെ ഭാഗത്തും എഴുതിയിരിക്കുന്നത്. To believe the lie. ഈ സാത്താൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ അധർമ്മമൂർത്തിയുടെ ആത്മാവിൽ ദൈവദാസന്മാർ പോലും വിശ്വസിക്കുന്ന ഒരു പോഷ്കാണ്. ആ പോഷ്ക്ക് വിശ്വസിക്കുവാൻ ദൈവം തന്നെ അവരെ ആ വ്യാജത്തിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, വിഷമമുള്ള കാര്യം എന്തോന്നറിയാം? രണ്ടും പ്രസംഗിക്കുന്ന പാസ്റ്റർമാരാണ്. ഈ രണ്ടും പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാരാണ്. ഇവിടുത്തെ മന്ത്രി വന്ന് പ്രസംഗിച്ചാൽ ദൈവസഭ ആമേൻ പറയത്തില്ലല്ലോ. ഇവിടുത്തെ പ്രൊഫസർ വന്ന് പ്രസംഗിച്ചാൽ ഒരിക്കലും തെസ്സലോനിക്ക സഭ തെറ്റിപ്പോകത്തില്ലല്ലോ. അപ്പോൾ രണ്ടും പ്രസംഗിക്കുന്നത് ആരാ? പാസ്റ്റർമാരാ, ദൈവദാസന്മാരാ, ബൈബിൾ ടീച്ചേഴ്സാ. വചനം, സത്യവചനം പരിശുദ്ധാത്മാവിൽ ജീവിത വിശുദ്ധിയോടുകൂടി പ്രസംഗിക്കുവാൻ ദൈവം വിളിച്ച ദൈവദാസന്മാർ, ഒരു കാലത്ത് നല്ലപോലെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന ദൈവദാസന്മാർ. അംഗീകാരത്തിനും അവരുടെ പ്രസ്ഥാനം വലുതാകാനും ഫണ്ടിനും പല ജീവിതത്തിലെ തെറ്റിപ്പോകാനുള്ള പല ഏരിയകൾ കാണും. പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോഴാണ് ഇവിടെ നമ്മൾ കണ്ടത് പോഷ്കിൻ്റെ ആത്മാവിനാൽ ജനത്തോട് മറ്റൊരു ഹാലിലെ സുവിശേഷം പ്രസംഗിക്കുന്നു. അത് വിശ്വസിച്ചോ. നിന്നോട് ഞാൻ പല വട്ടം ഇടപെട്ടില്ല, നിനക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം തന്നെ യെസ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. Praise the Lord. For this reason, God will send them a strong delusion that they should believe the lie. ഒരു പ്രത്യേക ഒരു ചിന്ത അവരുടെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം തന്നെ അവൻ്റെ മേലങ്ങ് വെച്ചു.
പിന്നെ അവൻ ഒരിക്കലും പിന്നെ ക്രൂശിൻ്റെ വചനം കേട്ടാലും അവന് ഇൻട്രസ്റ്റും വരത്തില്ല, വിശ്വസിക്കാനും പറ്റില്ല. ദൈവം തന്നെ പോഷ്കിൻ്റെ വ്യാപാര ശക്തി അവൻ്റെ മേൽ. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യൂല്ലേ? പലവട്ടം ചാൻസ് തരും. പരിശുദ്ധാത്മാവ് സദാകാലം വാദിച്ചിരിക്കത്തില്ല. എത്ര വ്യക്തമായിട്ട് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞു. അവിടെ നീ അങ്ങനെ ആകല്ലേ. ദൈവം തരുന്ന സുപ്രസാദകാലം, ദൈവം ഇടപെടുന്ന ആ നല്ല ദിവസങ്ങൾ, ദൈവസന്ധിയിൽ തീരുമാനമെടുത്ത് വിളി അനുസരിച്ച് ഒരുങ്ങിയില്ലെങ്കിൽ ദൈവം തന്നെ ഒരു പോഷ്കിൻ്റെ വ്യാപാര ശക്തി അവൻ്റെ മേലിടും. അവൻ പിന്നെ സത്യം വിശ്വസിക്കത്തില്ല. ഈ പോഷ്കിൻ്റെ ആത്മാവ് പറയുന്ന പ്രൈസ് ദി ലോർഡ്, കിട്ടും ഇവിടെ കിട്ടും, അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളെ പദങ്ങളൊക്കെ പറയും, എനിക്കെല്ലാം അറിയത്തില്ല. ഞാനിതൊന്നും സത്യം പറഞ്ഞാൽ കേൾക്കാൻ ഒത്തിരി നാളെ ഒരു കൺവെൻഷന് പോലും പോയിട്ട്. എന്തൊക്കെയാണ് പദങ്ങൾ? എന്തൊക്കെയാണ്? നിങ്ങളിങ്ങനെയൊക്കെയുള്ള സഭയിൽ നിന്ന് വന്നവർ ഇരിപ്പുണ്ടല്ലോ. ഒത്തിരി സഭകളിൽ നിന്ന് വന്നവർ ഇരിപ്പുണ്ട്. എന്തുവാ പദങ്ങൾ? എന്തോ അടിക്കടി ഉയർച്ച, വെച്ചടി കയറ്റം, അഭിവൃദ്ധി പ്രാപിക്കും. പറ. അല്ലല്ല തലയാക്കും. പഴയ നിയമത്തിൽ നിന്ന് ഇസ്രായേലിനോട് പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളെടുത്ത് സ്തോത്രം. ഹാലല്ല. പുതിയ നിയമസഭയോട് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഒരുക്കേണ്ട ഡെഡിക്കേഷനിൽ ഹാലല്ല സകലത്തിലും ശോഭയോടുകൂടിയും വിശുദ്ധിയോട് നിൽക്കുവാൻ പുതിയ നിയമ മണവാട്ടി സഭയെ ഒരുക്കേണ്ട ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കിക്കിളിയിടുന്ന. ഈ കിക്കിളിയിടുമ്പോൾ എന്തോ കുഞ്ഞിനെ ഒന്ന് കിക്കിളിയിട്ടെ. കുഞ്ഞ് എന്നാ ചിരിക്കും എന്നറിയാം. ഇതാണ് ഈ കിക്കിളിയിടുന്ന പോലത്തുള്ള ഇങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവസഭ എല്ലാം കൂടെ എന്നങ്ങ് പറയും. ജനം കൂടും, തടിച്ചു കൂടും. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർക്ക് വേണ്ടത് എന്തുവാ? ചേർത്തലയിലെ കൃപാസനത്തിൽ തടിച്ചു കൂടിയിട്ട് കൃപയാൽ എന്തുമായാലും ആ ഹൈവേ ഒന്ന് വീതി കൂട്ടി, അതുകൊണ്ട് അതിലെ കൂടി വണ്ടിക്ക് പോകാം. ഈ വീതി കൂട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥ അറിയാം. ഞാൻ പണ്ടായി എന്നെ ആ സൈഡ് എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം പണിയായതുകൊണ്ട് ആ സൈഡ് എടുക്കുന്നില്ല. മനുഷ്യൻ റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ലെന്നേ. ആ കൃപാസനത്തിൽ വരുന്ന ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഓട്ടോയിലും കൃപാസനം, അവിടെ കടകളിലും കൃപാസനം, എല്ലാത്തിലും അവരെല്ലാം അതിൻ്റെ ഫാൻസായി. അവിടെ ചെന്നാൽ കിട്ടും, അവിടെ തടിച്ചു കൂടും. അങ്ങനെയുള്ള സഭകളും ഈ പോഷ്കിൻ്റെ ആത്മാവിൽ, ആ കൃപാസനത്തിൽ ശുശ്രൂഷിക്കുന്ന അതേ ആത്മാവിലാണ് ഹിന്ദുക്കൾ പോകുന്നുണ്ട്, മുസ്ലിങ്ങൾ പോകുന്നുണ്ട് കൃപാസനത്തിൽ. അങ്ങനെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളൊക്കെ ഞാൻ അവരുടെ വീടുകളിൽ ചെന്നപ്പോൾ കൊച്ചൊരു കുപ്പി ഇരിക്കുന്ന കണ്ടു ഷെൽഫിൽ. കൃപാസനം എഴുതിയിട്ടുണ്ട്. കൊടുത്ത എണ്ണ, അത് എണ്ണ തേക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും എണ്ണക്കുപ്പിയൊക്കെ ഓരോരുത്തരുടെ കയ്യിലുണ്ട്. അവിടെ ചെന്നാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഈ പോഷ്കിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൻ്റെ ആത്മാവ് കൊടുക്കും ദൈവമക്കളെ. അതുകൊണ്ട് കിട്ടാനാണ് അവിടെയൊക്കെ പൊക്കോ, സ്വർഗത്തിൽ പോകാനാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക. ഇവിടെ ഒന്നുകൂടെ 12ാമത്തെ വാക്യമാണ് തോന്നില്ലേ മലയാളത്തിൽ? ഒരു പോഷ്കിൻ്റെ ആത്മാവ് അവരുടെ മേൽ. ആ ഭാഗം വായിച്ചേ. നിങ്ങൾ ആ 10, 11, 12 ഒന്നുകൂടെ ഒന്ന് വായിക്കണേ. മലയാളത്തിൽ അത് വേറെ വാക്യങ്ങളാണ്, ഇംഗ്ലീഷിൽ വേറെ വാക്യങ്ങളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 12 ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവർ പലവട്ടം ആ സത്യം വിശ്വസിക്കാതെ അനീതിയിൽ, ദേ ഹാഡ് പ്ലഷർ ഇൻ അൺറൈച്ചസ്നെസ്. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ അവരെന്ത് ചെയ്യുന്നു? അനീതിയിൽ രസിക്കുന്ന. സത്യത്തിൽ വിശ്വസിക്കാതെ ഇതുപോലുള്ള കിട്ടും എന്നുള്ള, ഇവിടെ മാനിക്കും എന്നുള്ള അനീതിയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രസിക്കുന്ന, they had pleasure in those kind of messages. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മേലാണ് വലിയവനായ ദൈവം ദുഷ്ടൻ്റെ വ്യാപാര ശക്തി, പോഷ്കിൻ്റെ വ്യാപാര ശക്തി അവരുടെ മേലയച്ചു. ഇനി നീ ഏതിൽ മാത്രം രസിച്ചാൽ മതി? അതൊരു വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് കേട്ടോ. എൻ്റെ മേൽ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സത്യവചനം പ്രസംഗിക്കാനും പറ്റത്തില്ല, സത്യവചനത്തിൽ രസിക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ മേലും നമ്മുടെ ആരുടെ മേൽ ദൈവം തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ വേറെ യോഹന്നാൻ സുവിശേഷത്തിലും വേറെ ഭാഗത്ത് അപ്പോസ്തലനും ഓർപ്പിക്കുന്നുണ്ടല്ലോ. പലവട്ടം ദൈവം ഇടപെട്ടിട്ടും അത് സ്വീകരിക്കാഞ്ഞത് കൊണ്ട്, രണ്ടും ദൈവമക്കളാണ്, സ്വീകരിക്കാഞ്ഞതുകൊണ്ട് ദൈവം ഇനി നീ കേൾക്കണ്ട. അവരുടെ ചെവി മന്ദമാക്കി, അവരുടെ ഹൃദയത്തെ തടുപ്പിച്ചു, അവരുടെ കണ്ണെന്ത് ചെയ്തു? ദൈവം തന്നെ കുരുടാക്കി. ഇനി നീ ഇതേ സത്യമായിട്ടുള്ള ക്രൂശിൻ്റെ വചനത്തിൽ നീ ഇനി രസിക്കേണ്ട. ദൈവത്തിന് അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. ദൈവം അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യും. ഇതൊക്കെ ദൈവദാസന്മാരൊന്ന് കറക്റ്റായിട്ടൊന്ന് വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ ജനം ഒന്ന് ഉണർന്നേനെ. ഈ പോഷ്കിൻ്റെ ആത്മാവ് അവരുടെ മേൽ കംപ്ലീറ്റ്ലി വ്യാപാര ശക്തി ദൈവം അയക്കുന്നതിന് മുമ്പേ ഈ കൊച്ചിയിലെ ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ ഒന്ന് ഉണരുവാൻ, ഈ പോഷ്കിൻ്റെ ആത്മാവിൽ പ്രസംഗം നിർത്തുവാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രമാണമില്ലായ്മ, ലോലെസ്നെസ്, അതിൻ്റെ മർമ്മം, അതിൻ്റെ വ്യാപാര ശക്തി, അത് അധർമ്മമൂർത്തിയുടെയാണ്. ഹല്ലേലൂയ. ദൈവവചനം പ്രമാണത്തിൻ്റെ ഒരു വചനമാണ്. നമ്മളെ ഇടത്തും വലത്തും കർത്താവ് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും. നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് നല്ല അടി കർത്താവ് ഇവിടെ തരും. സാംസ അങ്ങോട്ട് തിരിയണ്ട,
ഇടത്തോട്ട് ഇങ്ങോട്ട് തിരിയണ്ട. നമ്മളങ്ങ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ജഡം ചിലപ്പോൾ അങ്ങ് ദൈവാത്മാവിൻ്റെ ആ നടത്തിപ്പിനെ ഓർത്ത് ചിലപ്പോൾ അങ്ങ് റിബലായി പോലും പോവും. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അതങ്ങനല്ല, അതിങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. മോശ ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തതുകൊണ്ട്, ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തതുകൊണ്ട് എത്ര പ്രാവശ്യമാണ് മക്കളെ വചനത്തിൽ എഴുതിയേക്കുന്നത്. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ഷക്കീന തേജസ് ഇറങ്ങി വന്നത്, ദൈവ സാന്നിധ്യം അവിടെ വസിക്കുവാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവം ആരാന്ന് ദേശം അറിയുവാൻ തുടങ്ങിയത്. ചില ദൈവപ്രവൃത്തികൾ ഇസ്രായേൽ ദ്വാര, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ചുറ്റിനുമുള്ള ദേശം പോലും ഒന്ന് രുചിച്ചറിയുവാൻ തുടങ്ങിയത്. യഹോവയായ ദൈവത്തെ ലോകം അറിയുവാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആ നയിച്ച ദൈവദാസൻ ദൈവം പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഒരു വാക്യം മാത്രം തുടങ്ങി വെക്കും, അടുത്ത ആഴ്ച ചിന്തിക്കാം. 13-ാമത്തെ വാക്യം, ഞങ്ങളോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലായിടത്തും അപ്പോസ്തലൻ അത് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത്, അവരങ്ങനെ ആയിക്കോട്ടെ, അവരങ്ങനെ നടക്കട്ടെ, പക്ഷെ നിങ്ങളോ. ഇവിടും പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവരങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, യെസ്, ഇവിടെ എഴുതിയേക്കുന്ന നിങ്ങളോ. സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പ് മാത്രം ഓർത്താൽ മതി. അവരങ്ങനെ ജീവിച്ചോട്ടെ, അവരിങ്ങനെ ശുശ്രൂഷിച്ചോട്ടെ, പക്ഷെ നിന്നെ വിളിച്ചിരിക്കുന്ന അതിനല്ല. ഇന്ന് വ്യക്തിപരമായിട്ട് നിങ്ങളോ, ഒരു സഭ മുഴുവനും ചിലപ്പോൾ ഒന്നിച്ച് നിന്നില്ലെന്നിരിക്കും, ഒരു കുടുംബത്തിൽ എല്ലാവരും ചിലപ്പോൾ ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ വേദനയുള്ള കാര്യങ്ങളാണ് ദൈവമക്കളെ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഒരു കുടുംബത്തിൽ പോലും എല്ലാവരും ഒന്നിച്ച് ഒരു കാഴ്ചപ്പാട് നിന്നില്ലെന്നിരിക്കും, പക്ഷെ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പേഴ്സണലായിട്ട് നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ, നിന്നെ വിളിച്ചിരിക്കണം. നീ വിളി അനുസരിച്ചൊന്ന് നിൽക്കുക. അത് അനേകർക്ക് എൻകറേജ്മെൻ്റ് ആയിത്തീരും, അത് കുടുംബത്തിന് എൻകറേജ്മെൻ്റ് ആയിത്തീരും. കൃപയോടുകൂടി, പരിജ്ഞാനത്തോടുകൂടി, സ്നേഹത്തിൻ്റെ ആത്മാവിൽ അനേകരെ ഈ സത്യത്തിലേക്കൊന്ന് എൻകറേജ് ചെയ്യുവാൻ. ഹല്ലേലൂയ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തോട് അടുക്കത്തില്ല. നമ്മുടെ വഴികൾ ഇനി മാറേണ്ട ഏരിയകളുണ്ട്, എൻ്റെ വഴികൾ ഇനി മാറേണ്ട ഏരിയകളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ട് നമുക്കത് എടുക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, മാറേണ്ട ഏരിയകൾ എന്നെ കാണിച്ചു തരണമേ. എത്ര പേരാ പകൽ അങ്ങനെ ശുശ്രൂഷിക്കുന്നത്? ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ എടുക്കുന്ന എന്തെങ്കിലും തീരുമാനം, ഞാൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയം, കർത്താവേ, ഞാനതിൽ വിട്ടു നിൽക്കണോ? സ്തോത്രം. എവിടെയെങ്കിലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം വരണമോ? ഏതെങ്കിലും ഞാൻ ഇടപെടുന്ന ഏരിയകൾ, ഞാൻ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന് പ്രസാദമില്ലാത്തതുണ്ടോ? നമുക്ക് ഹല്ലേലൂയ ദൈവത്തോടൊന്ന് പ്രൈസ് ലോർഡ് നമ്മുടെ പേഴ്സണൽ ടൈമിൽ കണ്ണുനീരോടുകൂടി, ഉപവാസത്തോടുകൂടി, ഹല്ലേലൂയ ഉണ്ടെങ്കിൽ, ദൈവാത്മാവ് ദൈവത്തിന് പ്രസാദമല്ലാത്ത ഒരു ഏരിയ കാണിച്ചാൽ അതിന് എത്ര വില കൊടുക്കേണ്ട വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ ദൈവാത്മാവ് ബലപ്പെടുത്തുന്നതനുസരിച്ച് തീരുമാനമെടുക്കണം. എന്നാൽ മാത്രമേ ദൈവം അടുത്ത ഒരു സ്റ്റെപ്പ് ഓഫ് മിനിസ്ട്രി, ഹല്ലേലൂയ, അടുത്ത ഒരു പ്രൈസ് ലോർഡ്, കർത്താവിനോട് കൂടുതൽ അടുക്കുന്നത്, ഒന്നോട് കർത്താവിന് യോഗ്യമായ ഒരു മണവാട്ടിയായിട്ട്. യെസ്, അതിൽ നമ്മൾ പാടിയില്ലേ, എൻ പ്രിയൻ, ഹല്ലേലൂയ, 10,000 അതിസുന്ദരൻ. ഹല്ലേലൂയ, കർത്താവിനെ വർണ്ണിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഏത് കിട്ടുന്ന അവസരങ്ങളിൽ ദൈവമക്കളെ, ഇത് അനേകർക്ക് ഈ മർമ്മം അറിയാം, പക്ഷേ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതിരിക്കുമ്പോൾ അതിനുള്ള ഒരു ജ്ഞാനവും പരിജ്ഞാനത്താലും എന്നെ നിറയ്ക്കണം. നമുക്ക് പറയാം, അത് ഏത് ഭാഷയിലും ഏത് മതക്കാരോടും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ലിംസിനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഹിന്ദുസിനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, സമുദായക്കാരോട് ഓരോരുത്തരോട് സംസാരിക്കേണ്ടത്, പിന്മാറ്റക്കാരായ ദൈവമക്കളോട് മദ്യപാനികളോട് സംസാരിക്കേണ്ടത്, അവരെ ടച്ച് ചെയ്യുന്ന പേഴ്സണൽ മെസ്സേജസ് ആയി തീരട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ അതരത്തെ കർത്താവ് ഉപയോഗിക്കണമെങ്കിൽ ഒത്തിരി ശുദ്ധിയോടുകൂടി അതരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. പല കാര്യത്തിനും പിന്നെ അതരം ഇടപെട്ടാൽ നമ്മൾ ഇളകുന്ന അവസ്ഥകളൊക്കെ വന്നാൽ ഒരു ബ്രേക്ക് പിടി. ഈ അതരം എന്തിനുള്ളതാണ്? കർത്താവിന് വേണ്ടി മനോഹരമായ കാര്യങ്ങൾ, യെസ്, അല്ലെ, അനേകരോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ തിമോത്തിയോസിനോട് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ടു കൺവിൻസ് ദം. അതിനുള്ള ജ്ഞാനം ദൈവം നമുക്ക് തരട്ടെ. സമർപ്പണം കർത്താവ് തരട്ടെ. കർത്താവിൻ്റെ പരവനായി ഒരുങ്ങാം. ദൈവം സഹായിക്കട്ടെ.